നമസ്കാരം. ഇന്ന് കണ്ടൊരു ഹർത്താൽ സത്യം പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയിൽ കണ്ട ഒരു ഹർത്താലിനേക്കാളും വളരെ ഭീകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും കാലം നമ്മൾ ഭാരത് ബന്ദ്, കേരള ബന്ദ് ഒക്കെ പല രീതിയിലുള്ള പാർട്ടിക്കാരുടെ ഇങ്ങനെയുള്ള പല പ്രതിഷേധങ്ങളുമായിട്ടുള്ള പല ഹർത്താലുകളും ബന്ധുകളും ഒക്കെ നമ്മൾ ബന്ധുകളും ഹർത്താലും ഒക്കെ നിരോധിച്ച കേരളമാണെന്ന് ഓർക്കണം. ഇതുവരെ ടൂ വീലർ ഒന്നും തടഞ്ഞ് ഈ പറഞ്ഞ പോലെ വലിയ പ്രതിഷേധമൊന്നും കാണിക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇന്നേ വരെ ടൂ വീലറിനെ തടഞ്ഞിട്ട് നിങ്ങളിവിടെ പോകുകയാണെന്നും ഈ ക്രോസ് വിസ്താരം, അതായത് പോലീസുകാർ ചോദിക്കുന്ന പോലെ ക്രോസ് വിസ്താരം ചോദിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കണ്ടതാണ്. ഞാൻ എൻ്റെ പേരമ്മ മരിച്ച മരണവാർത്ത ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് പേരമ്മയുടെ 16 അടിയന്തരമായിരുന്നു. അതായത് ഈ 12ഉം 11ഉം എല്ലാം കൂടെ ചേർന്നൊരു ചടങ്ങുണ്ടല്ലോ, അത് ആ ചടങ്ങായിരുന്നു. ഹർത്താലാണെന്ന് വെച്ചാൽ അത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ സ്കൂട്ടർ എടുത്ത് കാറിന് പോകണ്ട, കാരണം ഹർത്താലുകാരെങ്കിലും തടഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ച് ഞാൻ സ്കൂട്ടറിലാണ് ഞാൻ പോയത്. ഈ സൺകോട്ടും ഒക്കെ ഇട്ട് വളരെ സേഫായിട്ട് ഞാൻ പോകുമ്പോൾ താഴത്തുവടകര എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സ്ഥലം തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് താഴത്തുവടകര, എൻ്റെ വീട് കുളത്തൂർമൂടിയാണ്. അപ്പം ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം നാട്. ആ സ്വന്തം നാട്ടിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കുറേ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് തടഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ ചേട്ടാ കാര്യം, എവിടെ പോവാ? അത് ധാർഷ്ട്യത്തിലാണ് ചോദിക്കുന്നത്, അല്ല ഒരു മര്യാദയിൽ വരെ ചോദിക്കുന്നത്. എങ്ങോട്ടാന്ന് ചോദിച്ചു. നീ ഹർത്താലാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പേരമ്മയുടെ അടിയന്തരമാണ്, ഞാൻ അവിടെ പോവാ. എവിടെയാ? ഞാൻ പറഞ്ഞു എട്ടാമയില്ല. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. അപ്പം എന്ത് പറഞ്ഞു, വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പം പുറകിൽ നിന്ന് ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു എല്ലാവർക്കും അടിയന്തരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയാൽ മതിയല്ലോ, എല്ലാവർക്കും അടിയന്തരമുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഭാഷ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു എന്നാൽ ചേട്ടനും കൂടെ വാ, അടിയന്തരമാണെന്ന് നോക്കിയിട്ട് വന്നാൽ മതിയല്ലോ. ഞാൻ ഇനി കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ എന്നാൽ ചേട്ടനും കൂടെ വരാൻ പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും ഒരു 10-25 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. കൂട്ടമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടെ കൂട്ടമായിട്ട് വന്ന് വളരെ മോശമായ രീതിയിൽ എന്നോട് ആക്രമിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചത്. സ്ത്രീകൾ വളരെ മോശമായിട്ട്, നിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ചെറുക്കം മരിച്ചെങ്കിൽ നീ ഇങ്ങനെ പ്രതികരിക്കും. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ചേച്ചി നീ ചേച്ചിയുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരാളുടെ അടിയന്തരം ഉണ്ടെങ്കിൽ ചേച്ചി പോകത്തില്ലേ? അത് ചോദിച്ചാൽ പറ്റത്തില്ല. നീ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് ശരിയല്ല, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അതിപ്പോൾ എന്നോട് പറഞ്ഞു അത് പറ്റത്തില്ല, നീ 10 മിനിറ്റ് അങ്ങോട്ട് മാറി നിൽക്കുക, നീ 10 മിനിറ്റ് അങ്ങോട്ട് മാറി നിന്നിട്ട് നീ ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് നീ പോയാൽ മതിയെന്ന്. വളരെ ധാർഷ്ട്യത്തിൽ, അതായത് പോലീസുകാർ പോലും ഇത്രയും ധാർഷ്ട്യമായിട്ട് പറയത്തില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കുക, നീ 10 മിനിറ്റ് അവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ തടഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുമോ? ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ, എന്നെ തടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുമോ? ഉടനെ ഒരാൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ എന്നോട്, ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ കുഴപ്പം, നിന്നെക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ലെന്ന് നിനക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര മര്യാദ കെട്ട, അത്ര ഈ ചുട്ടുപൊള്ളുന്ന ഈ വയലത്ത് അത്രയും അത്യാവശ്യമില്ലെങ്കിൽ ഒരാളും പുറത്തിറങ്ങാത്ത ഈ സമയത്ത് ഞാൻ പോകണമെങ്കിൽ അത്ര അത്യാവശ്യമായിട്ട് എൻ്റെ പേരമ്മയുടെ അടിയന്തരത്തിന് ഞങ്ങളാരും